ഇന്നത്തെ വീഡിയോ വിളവെടുപ്പാണ്. അപ്പോൾ നമ്മളിന്ന് വിളവെടുക്കാൻ പോകുന്നത് പൊട്ടുവളരി നമ്മളൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 തൈ മുളച്ചിട്ടുണ്ട്. അപ്പോൾ 2 തൈയിൽ ഓരോ പൊട്ടുവളരി ഉണ്ടായിട്ടുണ്ട്, 2-ൽ ഓരോന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറുതായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വലുതാവും വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. പക്ഷെ അത് വലുതായില്ല, ചെറുതായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൂ, വലുതായിട്ടുണ്ടായിരുന്നില്ല. തെയ്യും ചെറിയ തെയ്യായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ ചെടിയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ച് കൊടുത്തില്ല. അപ്പോഴേക്കും ചെടിയൊക്കെ നന്നായിട്ട് വാടി കരിഞ്ഞു. പിന്നെ 2 ചെടിയും അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കായ അത്യാവശ്യം ഞങ്ങൾ വലുതാവും ചോദിച്ചിരുന്നു, പക്ഷെ ഇത് വലുതായിട്ടില്ല, ചെറുതായിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷെ ഇത് അത്യാവശ്യം നന്നായി മൂത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പൊട്ടിക്കാൻ വെച്ചിരുന്നു. അതൊന്ന് വിള്ളുമ്പോൾ ഒന്ന് പൊട്ടിക്കാന്നുള്ള പ്ലാനായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടി. അപ്പോൾ നമ്മൾ ഇതൊന്ന് മുറിച്ചെടുക്കാൻ വെച്ചിരുന്നു. ഇന്നും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നും കൂടി നോക്കിയിട്ട് വേഗം പൊട്ടിച്ചെടുക്കാമെന്നുള്ള ചിന്തിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടില്ല പൊട്ടുവളരി. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കാൻ വെച്ചിരുന്നു, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വെച്ചിരുന്നു. പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, വീഡിയോസിലൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇതിന് പറയാറ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിത്തിട്ട് നോക്കിയതാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ വിത്തിന് വേണ്ടി നിർത്തിയതാണ്. നമുക്ക് ടേസ്റ്റും അറിയാം, പിന്നെ ഇത് വിത്തും ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമ്മളത് മുറിക്കുകയാണ് ഞാൻ. പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റാണ്. നമ്മൾ മുറിച്ചതും പെട്ടെന്ന് തന്നെ മുറിഞ്ഞു വന്നു. അപ്പോൾ കാണുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നല്ല പഞ്ഞി പോലെയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മുറിച്ചപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റൊന്നുമില്ല. എന്നാലും ഒരു അരിപ്പൊടിയൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്കിതിൻ്റെ കൂടെ പഞ്ചസാരയും ഒക്കെ തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ഇത് വെറുതെ കഴിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. വെറുതെ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. വെറുതെ ഒരു അരിപ്പൊടി കഴിക്കുന്നൊരു ഫീലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വിത്തിന് വേണ്ടി വിത്തെടുക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വിത്ത് കഴുകി വൃത്തിയാക്കുന്നൊരു വീഡിയോയും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ആ വിത്തൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴുകി ഉണക്കാന്നുള്ള ചിന്തിക്കുകയാണ്. ഇതൊക്കെ കഴുകുകയാണ് എല്ലാം കൂടിയിട്ട്. അപ്പോൾ അതിനകത്ത് നിറയെ അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അരിപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ എല്ലാം വൃത്തിയാക്കി എടുക്കുകയാണ്. കുറേ പാടുണ്ട് അത് വൃത്തിയാക്കി എടുക്കാൻ. അതിലുള്ള ഒരു വഴുവഴുപ്പ് പെട്ടെന്നൊന്നും പോവില്ല. നമ്മൾ കുറേ നേരം കഴുകിയാലാണത് പോവുള്ളൂ. അപ്പോൾ ഞാൻ കുറേ വട്ടം കഴുകി ഇങ്ങനെ എടുക്കുകയാണ്. അതിൽ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുറേ വട്ടം കഴുകിയിട്ടുണ്ട്. അപ്പോൾ 2-3 വട്ടം കഴുകുന്നത് അതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറേ വട്ടം കഴുകി, ഒരു 3-4 തവണ കഴുകി. അപ്പോൾ പിന്നെയും കഴുകുകയാണത്. അപ്പോൾ ഒരുവിധമൊക്കെ പോയിട്ടുണ്ട് കഴുകിയിട്ട്. നമുക്കിങ്ങനെ കഴുകുമ്പോൾ നല്ല വിത്തും പൊട്ട വിത്തൊക്കെ അതിൽ അറിയാൻ പറ്റും. നല്ല വിത്തൊക്കെ ആണെങ്കിൽ നല്ല കട്ടി ഉണ്ടാവും. നമ്മളിങ്ങനെ കഴുകും തോറും അതിനകത്ത് ഇങ്ങനെ ഓരോ വേസ്റ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിത്തെടുത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇടാമല്ലോ. അപ്പോൾ ഞാൻ കുറേ നേരം കഴുകുകയാണ്. പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കഴുകിയെടുക്കാൻ. ഇതൊക്കെ കഴുകിയെടുക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ താഴെ പോവും, കുറേയൊക്കെ നമുക്ക് കിട്ടും.
പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അരിച്ചെടുക്കുകയാണ്. കഴുകിയപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. ആ കുരുത്ത വഴുവഴുപ്പൊക്കെ പോയി നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം. നമുക്ക് ഒരു വെയിലൊക്കെ കിട്ടിയാൽ മതി. കാരണം പറഞ്ഞപ്പോൾ നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയതാണ്. ടെറസിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഞാനപ്പോൾ ആ കഴുകിയതിൻ്റെ അടപ്പിൽ തന്നെയാണ് എല്ലാം ഉണക്കാൻ വെക്കുന്നത്. ഇതാകുമ്പോൾ അത്യാവശ്യം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. പെട്ടെന്ന് തന്നെ വെള്ളവും പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൽ തന്നെ വെച്ചു. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം നന്നായിട്ട് ഉണങ്ങിയിട്ട് ഉണങ്ങിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ എടുക്കണം വേറെ എന്തെങ്കിലും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.